Okay, hello all. Okay, welcome to MFavor Learning App. So, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് മെയിൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ ക്ലാസ്സസ് ആക്ച്വലി പാർട്ട് 11 വരയ്ക്കും കംപ്ലീറ്റ് ചെയ്തു. സോ ഓരോ ക്ലാസ്സിലെ നോട്ട്സും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ട് ആണ്. സോ വോയേജ് അക്കൗണ്ടിൽ മെയിനായിട്ട് എന്തൊക്കെയാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് എ വോയേജ് അക്കൗണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. സോ വോയേജ് അക്കൗണ്ട് എന്ന് വെച്ചാൽ മെയിൻലി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ് വോയേജ് അക്കൗണ്ട് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോമിനൽ അക്കൗണ്ട് ആസ് യൂഷ്വൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ബിക്കോസ് 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻലി ഉള്ളത്. സോ അത് ജനറലായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണേ. ബിക്കോസ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പല രീതിയിലും വരും. സോ അതുകൊണ്ട് ഇപ്പം നമുക്ക് 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിയൽ അക്കൗണ്ട്, നെക്സ്റ്റ് പേഴ്സണൽ അക്കൗണ്ട്, നെക്സ്റ്റ് അതേപോലെ തന്നെ നോമിനൽ അക്കൗണ്ട്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. സോ റിയൽ അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിൽ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ആണ്. നോമിനൽ അക്കൗണ്ടിലെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സോ ഇത് മൂന്നും 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഏതൊക്കെയാന്ന് വെച്ചാൽ റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ വോയേജ് അക്കൗണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. സോ വോയേജ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. മെയിൻലി ഈ വോയേജ് അക്കൗണ്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിപ്പിംഗ് കമ്പനീസ് ആണ് വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം എ പർട്ടിക്കുലർ വോയേജ് ഓഫ് എ ഷിപ്പ്. അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാനാണ്. അസർട്ടൈൻ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ ഷിപ്പ് ഈസ് എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ്. അതായത് മെയിൻ ആയിട്ട് ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഷിപ്പ് മെയിൻ ആയിട്ട് എന്തിനാണ് നമ്മൾ എൻഗേജ് ചെയ്യുക? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് ഷിപ്പിൽ ക്യാരി ചെയ്യാനോ ആണ്. സോ വോയേജ് അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് എന്താ ഇൻക്ലൂഡ് ആകാന്ന് വെച്ചാൽ ഓൾ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്, എല്ലാ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ഉണ്ടാകും ഒരു സ്പെസിഫിക് വോയേജിന് റിലേറ്റ് ചെയ്തിട്ട്. അതായത് സച്ചാസ് എത്ര ഫ്രൈറ്റ് ആണ്, ഗുഡ്സ് എത്രയുണ്ട്, അതേപോലെ പോർട്ട് ചാർജസ്, ഷിപ്പിന് ചാർജ് ചെയ്യുമല്ലോ ഫീസ്, പോർട്ട് ചാർജസ്, അതേപോലെ തന്നെ ഫ്യൂവൽ, വേജസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ ഒരു വോയേജിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റവന്യൂസും എക്സ്പെൻസസും ആണ് വോയേജ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക. സോ അതിൽ വരുന്നതാണ് ഫ്രൈറ്റ് ഏൺഡ്, പോർട്ട് ചാർജസ്, ഫ്യൂവൽ, വേജസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ഇതല്ല. ഓക്കെ, സോ എന്താണ് വോയേജ് അക്കൗണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. മെയിൻലി ആരാണ് വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഷിപ്പിംഗ് കമ്പനീസ് ആണ് പ്രിപ്പയർ ചെയ്യുക. സോ മെയിൻലി എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മെയിൻലി ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഷിപ്പ് വന്നിട്ട് മെയിനായിട്ട് എന്തിനാണ് എൻഗേജ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഗുഡ്സോ പാസഞ്ചേഴ്സോ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് എല്ലാ റവന്യൂസും എക്സ്പെൻസസും അതിൽ ഇൻക്ലൂഡഡ് ആണ് ഒരു വോയേജിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്ന വെച്ചാൽ ഫ്രൈറ്റ് ഉണ്ട്, പോർട്ട് ചാർജസ്, ഫ്യൂവൽ, വേജസ്, ഇൻഷുറൻസ്, ഇതൊക്കെയാണ് ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? സോ അപ്പോൾ എന്താണ് വോയേജ് അക്കൗണ്ട്? വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? ആരാ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനീസ് ആണ് പ്രിപ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഒരു പർട്ടിക്കുലർ ഷിപ്പിൽ നിന്നും അസർട്ടൈൻ ചെയ്യും. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഷിപ്പ് മെയിൻലി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനും പാസഞ്ചേഴ്സിന് ക്യാരി ചെയ്യാനാണ് ഷിപ്പ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. സോ അതിൽ വരുന്നതാണ് റവന്യൂസും എക്സ്പെൻസസും. അതായത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റവന്യൂസ് എക്സ്പെൻസ് പറഞ്ഞാൽ സ്പെസിഫിക് വോയേജ്, അതായത് ഫ്രൈറ്റ് ഉണ്ട്, പോർട്ട് ചാർജസ്, ഫ്യൂവൽ, വേജസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് വോയേജിൻ്റെ. സോ മെയിൻ ആയിട്ട് എന്തിനെ ഹെൽപ്പ് ചെയ്യണേ പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ വേജസ്. അതായത് എത്ര പ്രോഫിറ്റ് ആണെന്ന് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിന് ഈ വോയേജ് അക്കൗണ്ട് വന്നിട്ട് യൂസ് ചെയ്യുക. മനസ്സിലായോ? സോ വോയേജ് അക്കൗണ്ട് ഹെൽപ്സ് ടു മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ വോയേജ്. ആക്ച്വലി വോയേജ് അക്കൗണ്ടിലൂടെ എത്ര പ്രോഫിറ്റ് ആണെന്ന് മെഷർ ചെയ്യാൻ സാധിക്കും. അതാണ് ഹെൽപ്സ് ടു മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ വേജസ്. നെക്സ്റ്റ് വോയേജ് അക്കൗണ്ട് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതേപോലെ വോയേജിന് പ്രൈസിങ് ഫിക്സേഷൻ നടത്താനുമാണ്. സോ അതുകൊണ്ടാണ് യൂസ്ഫുൾ ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രൈസിങ് ഫ്യൂച്ചർ വേജസ് ആണ്. നെക്സ്റ്റ് ആണ് ആക്ട് ആസ് എ പെർഫോമൻസ് എവാലുവേറ്റ് ചെയ്യാൻ മെയിനായിട്ട് വോയേജ് മാനേഴ്സിന്. ഓക്കെ,
സോ അപ്പോൾ എന്താണ് വോയേജ് അക്കൗണ്ടിൻ്റെ സിഗ്നിഫിക്കൻസ്? സോ വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർ ചെയ്യുന്നത് ഷിപ്പിംഗ് കമ്പനീസ് ആണ്. ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് അസർട്ടൈൻ ചെയ്യും ഒരു പർട്ടിക്കുലർ ഷിപ്പിൽ നിന്നും. സോ ഇത് എപ്പോഴാണ് മെയിനായി യൂസ് ചെയ്യുന്നത് വെച്ചാൽ വെൻ എ ഷിപ്പ് ഈസ് എൻഗേജ്ഡ് മെയിൻലി ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ആസ് വെൽ ആസ് പാസഞ്ചേഴ്സ് ആണ്. വോയേജ് അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് എന്താ ഇൻക്ലൂഡ് ആകാന്ന് വെച്ചാൽ റവന്യൂസ് ആസ് വെൽ ആസ് എക്സ്പെൻസസ് ആണ് റിലേറ്റഡ് ടു സ്പെസിഫിക് വോയേജ്. സോ അതിൽ വരുന്നതാണ് ഫ്രൈറ്റ് ഏൺഡ്, പോർട്ട് ചാർജസ്, ഫ്യൂവൽ, വേജസ്, ഇൻഷുറൻസ്. സോ വോയേജ് അക്കൗണ്ടിന്റെ മെയിൻ സിഗ്നിഫിക്കൻസ് ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ടു മെഷർ പ്രോഫിറ്റബിലിറ്റി, യൂസ്ഫുൾ ഫോർ കൺട്രോളിംഗ് കോസ്റ്റ്, നെക്സ്റ്റ് ആക്ട് ആസ് എ പെർഫോമൻസ് എവാലുവേറ്റിംഗ് ടൂൾ. ഓക്കെ, സോ ഇത്രയും വോയേജ് അക്കൗണ്ടിൽ വരുന്നതാണ്. ഓക്കെ, സോ അത് ഇനി ക്ലിയർ ആയോ ഇപ്പോൾ പറഞ്ഞത്? കിരൺ ബാലു, എബിൻ മനോജ്, പ്രസാദ് മേനോൻ, പിന്നെ ക്ലിയർ ആയോ? സോ ലൈവ് ക്ലാസ്സിലുള്ളവർ ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ്, അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഐറ്റംസ് ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ എ വോയേജ് അക്കൗണ്ട്? ഒരു വോയേജ് അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ഡെബിറ്റ് ചെയ്യുക, ഏതൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പോർട്ട് ചാർജസ്, അതേപോലെ തന്നെ ഫ്യൂവൽ ആൻഡ് കോള്, ക്രൂ വേജസ്, ഇൻഷുറൻസ്, സ്റ്റോഴ്സ് കൺസ്യൂമഡ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷിപ്പ്. ഇതെല്ലാം എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോ വാട്ട് ആർ ദ ഐറ്റംസ് ഡെബിറ്റഡ് എന്ന് ചോദിച്ചാൽ ഇത് ഫുള്ള് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈസി ആയിട്ട് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. ഓക്കെ, സോ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ പോർട്ട് ചാർജസ് ആക്ച്വലി ഫീസ് ആരാ ഇമ്പോസ് ചെയ്യുക പറഞ്ഞാൽ പോർട്ട് അതോറിറ്റീസ് ആയിരിക്കും ഫീസ് ഇമ്പോസ് ചെയ്യുക. മെയിൻ ആയിട്ട് വന്നിട്ട് നമ്മൾ ഷിപ്പ് കൊണ്ട് യൂസ് ചെയ്യുമല്ലോ, കാർഗോ ഹാൻഡിൽ ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, സോ അതിനൊക്കെ. അതേപോലെ നെക്സ്റ്റ് ആണ് ക്രൂ വേജസ് എന്ന് വെച്ചാൽ അതുകൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ് ഈ ക്രൂ വേജസ് എന്നുള്ളത്? ബിക്കോസ് നമുക്ക് എക്സാമിന് ഏതെങ്കിലും സ്പെസിഫിക് ടേംസ് വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ അറിയണം. സോ ക്രൂസ് വേജസ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് നമ്മൾക്ക് പെർ മന്ത് ആയിട്ട് എങ്ങനെയാണ് മീൻസ് എങ്ങനെയാണ് ഇപ്പോൾ സാലറി ഫിക്സേഷൻ വന്നിട്ട് ഇപ്പോൾ നമ്മൾ എംപ്ലോയിക്ക് വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായോ? സോ ക്രൂ വേജസ് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യണം മെമ്പേഴ്സിന്. എസ്പെഷ്യലി ഇത് മെരി ടൈമിൽ, അതായത് ഷിപ്പിൽ ഇതിൽ വരുന്നതാണ് സാലറി അല്ലെങ്കിൽ അവർലി പേയ്മെൻ്റ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ക്രൂ വേജസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് അതേപോലെ തന്നെ ഇൻഷുറൻസ്, സ്റ്റോഴ്സ് കൺസ്യൂമഡ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷിപ്പ്. സോ ഇത്രയും ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ വോയേജ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. പോർട്ട് ചാർജസ്, ഫ്യൂവൽ ആൻഡ് കോള്, ക്രൂ വേജസ്, ഇൻഷുറൻസ്, സ്റ്റോഴ്സ് കൺസ്യൂമഡ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷിപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഏതൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഫ്രൈറ്റ് റിസീവ്ഡ്, അതേപോലെ തന്നെ പ്രൈമേജ്, പാസേജ് മണി, അതർ ഏർണിങ്സ് ഡ്യൂറിങ് വോയേജ് ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കണം ഏതൊക്കെ ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഫ്രൈറ്റ് റിസീവ്ഡ് എത്രയാണ് ഫ്രൈറ്റ്, പ്രൈമേജ് എത്രയാണ്, പാസേജ് മണി പാസഞ്ചേഴ്സിൽ നിന്നും റിസീവ് ചെയ്ത മണി, അതേപോലെ വേറെ ഏർണിങ്സ് എന്തൊക്കെയാണ്. സോ ഈ ഐറ്റംസ് ഫുള്ളുമാണ് എന്ത് ചെയ്യുക നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. മനസ്സിലായണ്ടോ പറഞ്ഞത്? സോ അത് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഫ്രൈറ്റ് റിസീവ്ഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ബിക്കോസ് ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഷിപ്പിംഗ് ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ഫ്രൈറ്റ് റിസീവ്ഡ് എന്ന് വെച്ചാൽ അത് എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് വന്നിട്ട് ആക്ച്വലി ക്യാരി ചെയ്യും, ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ക്യാരി ചെയ്യും. സോ അതിൽ എത്രയാണ് നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രൈമേജ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ അതിൽ നിങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണ് പ്രൈമേജ് എന്നുള്ളത്. സോ പ്രൈമേജിൻ്റെ മീനിങ് മെയിൻ ആയിട്ട് ഒരു സ്മോൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അലവൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഷിപ്പിംഗ് റിലേറ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. മെയിൻ ആയിട്ട് ഈ മെഡിക്കൽ റിസർച്ച് പ്രോജക്റ്റിന്, ഹെൽത്ത് കെയർ പ്രോഡക്റ്റിന്, ഇതിനൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഒരു സ്മോൾ പേയ്മെൻറ്റ് അലവൻസും ആയിട്ട് ഷിപ്പിംഗ് റിലേറ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പ്രൈമേജ്. ഓക്കെ, സോ ഏതൊക്കെ ഐറ്റംസ് ആണ് അപ്പോൾ ഡെബിറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ പോർട്ട് ചാർജസ്, ഫ്യൂവൽ ആൻഡ് കോൾ, ക്രൂ വേജസ്, ഇൻഷുറൻസ്, സ്റ്റോഴ്സ് കൺസ്യൂംഡ്, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷിപ്പ്. ഏതൊക്കെ ഇൻകം ആണ് ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രൈറ്റ് റിസീവ്ഡ്, പ്രൈമേജ്, പാസേജ് മണി, അതർ ഏർണിങ്സ് ഡ്യൂറിങ് വോയേജ്. സോ ഇതൊക്കെയാണ് എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോഴത്തെ അതായത് നമ്മളുടെ 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വാട്ട് ഈസ് വോയേജ് അക്കൗണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അതേപോലെ വാട്ട് ആർ ദ ഐറ്റംസ് ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. അത് ക്ലിയർ ആയോ? എബിൻ, പ്രശാന്ത്, കിരൺ, ബാലു ക്ലിയർ ആയോ? അതെ, അതായത് ഇവിടെ സെയിൽ ഓഫ് സ്ക്രാപ്പ് വാല്യൂ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് ഏതൊക്കെയാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇൻകം വരുന്നതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. ഓക്കെ, ഇതിൽ പോർട്ട് ചാർജ്, ഫ്യൂവല്, ക്രൂ വേജസ്, ഇൻഷുറൻസ്, സ്റ്റോറ്, ഡിപ്രീസിയേഷൻസ്, റിപ്പയർ, ഇതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഫ്രൈറ്റ്, പ്രൈമേജ്, പാസേജ്, അതർ ഏണിങ്സ്, സോ അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള നോട്ട് ഞാനിപ്പോൾ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സെയിൽ ഓഫ് സ്ക്രാപ്പ് ഈസ് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ആക്ച്വലി ക്രെഡിറ്റ് ചെയ്തിട്ട് തന്നെ കാണിക്കുക കേട്ടോ. ഓക്കെ, സോ എല്ലാ എക്സ്പെൻസസും വേജസും എല്ലാ എക്സ്പെൻസ് ഓഫ് വോയേജ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എല്ലാ ഇൻകംസ് ഓഫ് വോയേജ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, സോ അതിൽ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഡിഫൈൻ ഫ്രൈറ്റ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫ്രൈറ്റ് ഇൻ ഷിപ്പിംഗ് അക്കൗണ്ട്സ് ആണ്. സോ ഫ്രൈറ്റ് ആക്ച്വലി ഇറ്റ് ഈസ് എമൗണ്ട് റിസീവ്ഡ് ബൈ എ ഷിപ്പ് ഓണർ ഫോർ ക്യാരിങ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഷിപ്പ് ഓണർ വന്നിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഫോർ ക്യാരിങ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ഫ്രം ഒരു പ്ലേസിൽ നിന്നും അനദർ പ്ലേസിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ഗുഡ്സ് ക്യാരി ചെയ്യുക. മനസ്സിലായോ? സോ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, അതായത് എമൗണ്ട് ഷിപ്പ് ഓണർ ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഫോർ ക്യാരിങ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഗുഡ്സിനെയോ പാസഞ്ചേഴ്സിനെയോ ഒരു പ്ലേസിൽ നിന്നും അനദർ പ്ലേസിലോട്ട് എന്താണ് ക്യാരി ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? സോ അപ്പോൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് എ മെയിൻ ഇൻകം ഇൻ വോയേജ് അക്കൗണ്ട്. അതായത് വോയേജ് അക്കൗണ്ടിലെ മെയിൻ ഇൻകം ആണ്. സോ അപ്പോൾ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് ഷിപ്പ് ഓണർ. സോ ആ ഷിപ്പ് ഓണറിൽ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എമൗണ്ട് റിസീവ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ അതായത് ഗുഡ്സ് വന്നിട്ട് ക്യാരി ചെയ്തതിന്. അതായത് ഗുഡ്സ് എങ്ങനെ ക്യാരി ചെയ്യാന്ന് വെച്ചാൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആണ്. മനസ്സിലായോ? സോ ഗുഡ്സ് ക്യാരി ചെയ്യുന്നത് മെയിൻ ആയിട്ട് വൺ പ്ലേസ് ടു അനദർ പ്ലേസിലാണ് എന്ത് ചെയ്യുക, ഗുഡ്സ് വന്നിട്ട് ക്യാരി ചെയ്യുക. ഓക്കെ, സോ ആ സമയത്ത് എന്താന്ന് വെച്ചാൽ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്നും അനദർ പ്ലേസിലേക്കാണ് എന്ത് ചെയ്യുക, അതായത് ഷിപ്പിൽ ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് ക്യാരി ചെയ്യുക. സോ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ബൈ എ ഷിപ്പ് ഓണർ. ഒരു ഷിപ്പ് ഓണർ എമൗണ്ട് റിസീവ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഫോർ ക്യാരിങ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, ഒരു പ്ലേസിൽ നിന്നും അനദർ പ്ലേസിലേക്ക് ഗുഡ്സ് ക്യാരി ചെയ്തതിന്. സോ ഇത് മെയിൻ ഇൻകം ആണ് വോയേജ് അക്കൗണ്ടിൽ. സോ അപ്പോൾ എന്താണ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ, ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ബൈ എ ഷിപ്പ് ഓണർ. ഷിപ്പ് ഓണറിന് എമൗണ്ട് റിസീവ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഫോർ ക്യാരിങ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, ഗുഡ്സിനെയോ പാസഞ്ചേഴ്സിനെ ഒരു പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിന് കൊണ്ടുപോയതിന്, ക്യാരി ചെയ്തതിന്. സോ മെയിൻ ഇൻകം ഇൻ വോയേജ് അക്കൗണ്ട് ആണ്. സോ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫ്രൈറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ഏൺഡ് ഫ്രൈറ്റ്, അൺഏൺഡ് ഫ്രൈറ്റ്, ഡെഡ് ഫ്രൈറ്റ് ആണ്.
ഏൺഡ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റ് ആക്ച്വലി ഏൺ ചെയ്തിട്ടുണ്ടാകും ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വോയേജ് ഓർ ഡെലിവറി. അതായത് ഇപ്പോൾ ഗുഡ്സ് ഡെലിവർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ഒരു പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഫ്രൈറ്റ് എന്ത് ചെയ്യും, ഏൺ ചെയ്യും ഈ പ്രോസസ്സ് കഴിയുന്നതിന് ശേഷം. അതാണ് ഉദ്ദേശിക്കുന്നത് ഫ്രൈറ്റ് ആക്ച്വലി ഏൺഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ വോയേജ് ഓർ ഡെലിവറി എന്നുള്ളത്. ഓക്കെ, അടുത്തത് അൺഏൺഡ് ഫ്രൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് ഫ്രൈറ്റ് വന്നിട്ട് റിസീവ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഏൺ ചെയ്തിട്ടുണ്ടാവില്ല. സോ ഏൺ ചെയ്യാത്തത് വരയ്ക്കും അത് ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക വോയേജ് കംപ്ലീറ്റ് ആകുന്ന വരയ്ക്കും. ആ വോയേജ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് റിസീവ് ആയിട്ടായിട്ട് ട്രീറ്റ് ചെയ്യുക, കൈ കിട്ടുന്നവരെ അത് ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതാണ് അൺഏൺഡ് ഫ്രൈറ്റ്. മനസ്സിലായോ? സോ അഡ്വാൻസ് ആയിട്ട് ഫ്രൈറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഏൺ ചെയ്തിട്ടുണ്ടാവില്ല, അതിനെ ലൈബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യും ആ വോയേജ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയാം. ഡെഡ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പാൻസേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടാകും അത് യൂസ് ചെയ്യാത്തതിന്. അപ്പോൾ ചാർട്ടർ ഉണ്ടല്ലോ, ഷിപ്പ് ചാർട്ടർ, അതിലെന്ത് ചെയ്യും, ആ എഗ്രീഡ് കാർഗോ ഇതൊന്നും എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ഡെഡ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ആ ഗുഡ്സിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു യൂസ് ഉണ്ടാവില്ല, അതാണ് അൺയൂസ്ഡ് ആയിരിക്കും. സോ ഈ കോമ്പാൻസേഷൻ അൺയൂസ്ഡ് ആയിരിക്കും റിസീവ് ചെയ്തിട്ടുണ്ടാവുക. സോ ചാർട്ടർ എഗ്രീഡ് കാർഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്യില്ല. അതായത് എഗ്രീഡ് കാർഗോ എന്ന് ഉദ്ദേശിക്കുന്ന ഡെഡ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതാണല്ലോ. സോ അതിന് ഇത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. സോ അപ്പോൾ ടൈപ്സ് ഓഫ് ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏൺഡ് ഫ്രൈറ്റ്, അൺഏൺഡ് ഫ്രൈറ്റ്, ഡെഡ് ഫ്രൈറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഏൺഡ് ഫ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താ, ഫ്രൈറ്റ് എപ്പോഴാണ് ആക്ച്വലി ഏൺ ചെയ്യാന്ന് വെച്ചാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വോയേജോ ഡെലിവറിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രൈറ്റ് ഏൺ ചെയ്യും. അൺഏൺഡ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഫ്രൈറ്റ് വന്നിട്ട് റിസീവ് ചെയ്യും പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഏൺ ചെയ്തിട്ടുണ്ടാവില്ല. സോ ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. ഡെഡ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പാൻസേഷൻ റിസീവ് ചെയ്തിട്ടുണ്ടാകും അൺയൂസ്ഡ് സ്പേസിൽ. ഓക്കെ, ഇനി അടുത്തതാണ് വാട്ട് ഈസ് പ്രൈമേജ്, ഹൗ ഇറ്റ് ഈസ് ട്രീറ്റഡ് ഇൻ വോയേജ് അക്കൗണ്ടിംഗ് എന്നാണ്. സോ പ്രൈമേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അഡീഷണൽ പേയ്മെൻ്റ് ആണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ബോണസ് ആയിട്ട് കൺസൈനർ ഷിപ്പ് ഓണറിന്. കൺസൈനർ പറഞ്ഞാൽ ഷിപ്പർ വന്നിട്ട് ഷിപ്പ് ഓണറിന് വന്നിട്ട് കൊടുക്കുകയാണ്. ഒരു സ്മോൾ പെർസെൻറ്റേജ് ആണ് കൊടുക്കുക, അതായത് 5 to 10% ഒരു ഇൻസെൻറ്റീവ് ആയിട്ടോ റിവാർഡായിട്ടോ. മനസ്സിലായോ? പ്രൈമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡീഷണൽ പേയ്മെൻറ്റ്, അതായത് ഒരു ബോണസ് കൺസൈനർ ഷിപ്പ് ഓണറിനെ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. യൂഷ്വലി ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഫ്രൈറ്റ് ആണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ഇൻസെൻറ്റീവ് ആയിട്ടോ ഒരു റിവാർഡായിട്ടോ ആയിരിക്കും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ പ്രൈമേജ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ പേയ്മെൻ്റ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുക, കൺസൈനർ ഷിപ്പ് ഓണറിന്. ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ഫ്രൈറ്റ് ആയിട്ടാണ് എമൗണ്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, ഒരു ഇൻസെൻറ്റീവ് ആയിട്ടോ റിവാർഡായിട്ടോ. ഓക്കെ, സോ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പ്രൈമേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും ഇൻകോ ആയിട്ട്. അതേപോലെ ടോട്ടൽ ഏർണിങ്സിൻ്റെ മെയിൻ ആയിട്ട് ഒരു പാർട്ടായിട്ടാണ് വരിക. അതാണ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും, ടോട്ടൽ ഏർണിങ്സിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? സോ അതേപോലെ നെക്സ്റ്റ് എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫ്രൈറ്റ് ആൻഡ് ഏർണിങ്സ് ആണ്. ഫ്രൈറ്റ് ആൻഡ് പ്രൈമേജ് ആണ്. ഫ്രൈറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഈ ഫ്രൈറ്റിൻ്റെ മെയിൻ ആയിട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചാർജ് ചെയ്യുന്നു. പ്രൈമേജിൽ മെയിനായിട്ട് ബോണസ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻസെൻറ്റീവ്സ് ആയിരിക്കും ഫ്രൈറ്റിന് പേ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, നിങ്ങൾക്ക് ഫ്രൈറ്റ് എന്താണ് പ്രൈമേജ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ അത് മെയിൻ ആണ്. സോ അതായത് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ചാർജ് ചെയ്യും, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തതിന് മെയിനായിട്ട് ചാർജ് ചെയ്യും. പ്രൈമേജ് എന്ന് പറഞ്ഞാൽ ബോണസോ അഡീഷണൽ ഇൻസെൻറ്റീവ്സ് ആയിരിക്കും പേ ചെയ്യുക. അതേപോലെ അടുത്ത് കമ്പൽസറി ഓർ ഓപ്ഷണൽ ഉദ്ദേശിക്കുന്നത് കമ്പൽസറി ആയിട്ടും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തതിനെ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓപ്ഷൻ എന്ന് വെച്ചാൽ മേ ഓർ മേ നോട്ട് ആണ്. മേ ബി കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതേപോലെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്രൈറ്റ് എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ടിൽ നമ്മൾ ഇൻകോ ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. പ്രൈമേജ് എന്ന് പറയുന്നത് വോയേജ് അക്കൗണ്ടിൽ ഇൻകോ ആയിട്ട് അതും എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. നെയ്സർ എന്ന് പറയുന്നത് ഫ്രൈറ്റ് സർവീസ് ആയിട്ടാണ്, പക്ഷേ പ്രൈമേജ് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് ആയിട്ടാണ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അപ്പോൾ ഡെഫിനേഷൻ ഓഫ് ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മെയിനായിട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തതിന് ചാർജ് ചെയ്യുന്നു. പ്രൈമേജ് എന്ന് പറഞ്ഞാൽ ബോണസോ അഡീഷണൽ ഇൻസെൻറ്റീവ്സ് ആണോ പേ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ കമ്പൽസറി ആണ്, പക്ഷേ പ്രൈമേജ് പറയുമ്പോൾ ഓപ്ഷണൽ ആണ്. സോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, പ്രൈമേജിൽ വന്നിട്ട് വോയേജ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. നെയ്സർ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് സർവീസ് ആണ്, പ്രൈമേജ് എന്ന് പറയുമ്പോൾ ഇൻസെൻറ്റീവ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് വാട്ട് ആർ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അൺഏൺഡ് ഫ്രൈറ്റിന് വന്നിട്ട് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് അൺഏൺഡ് ഫ്രൈറ്റിൽ വന്നിട്ട് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. സോ അൺഏൺഡ് ഫ്രൈറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് അഡ്വാൻസ് ഫ്രൈറ്റ് ആണ് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടാകുക വോയേജ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ. ഓക്കെ, ആക്ച്വലി അത് ഏൺ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അത് അൺഏൺഡ് ആയതുകൊണ്ട് ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക ബാലൻസ് ഷീറ്റിൽ. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായി ക്രെഡിറ്റ് ചെയ്യും അൺഏൺഡ് ഫ്രൈറ്റ് അക്കൗണ്ടിൽ ലൈബിലിറ്റി ആയിട്ട്. അതേപോലെ വോയേജ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വോയേജ് കംപ്ലീറ്റ് ആകുന്നവരെയും, അതായത് ഫ്രൈറ്റ് ഏൺ ചെയ്യുന്നവരേക്കും. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ അക്കൗണ്ടിങ് അൺഏൺഡ് ഫ്രൈറ്റിന് എങ്ങനെ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൺഏൺഡ് ഫ്രൈറ്റ് പറയുന്നത് അഡ്വാൻസ് ഫ്രൈറ്റ് റിസീവ് ചെയ്തതാണ് വോയേജ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ വരെ തന്നെ. അത് ഏൺ ചെയ്തിട്ടുണ്ടാവില്ല. അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുക. ട്രീറ്റ്മെന്റ് അൺഏൺഡ് ഫ്രൈറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. വോയേജ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഒരു വോയേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. ഓക്കെ. അടുത്താണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് എ വോയേജ് അക്കൗണ്ട് പറഞ്ഞ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഇൻകം റെക്കോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻകം എക്സ്പെൻസസും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ഫ്രൈറ്റ് റേറ്റ് എത്രയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു റവന്യൂം എക്സ്പെൻസസും. ഓക്കെ. സോ ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വോയേജ് അക്കൗണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സെപ്പറേറ്റ് റെക്കോർഡ് ഇൻകം എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫ്രൈറ്റ് റേറ്റ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പ്രോപ്പർ ആയിട്ട് ഏതൊക്കെയാണ് റവന്യൂ എക്സ്പെൻസസ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? നമുക്ക് പ്രോബ്ലത്തോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ഉണ്ട്. ആദ്യം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? എബിൻ മനോജ്, കിരൺ ബാലു ക്ലിയർ ആയോ? ഓക്കെ. എബിൻ, കിരൺ ബാലു ക്ലാസ്സിൽ കയറിയില്ലേ? ഓക്കെ എബിൻ. നെക്സ്റ്റ് ആണ് ഫോർമാറ്റ് ഓഫ് എ വോയേജ് അക്കൗണ്ട് ആണ്. സോ വോയേജ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ടോട്ടലി 4 കോളം പർട്ടിക്കുലർസ് എമൗണ്ട് ആണ്. ഫസ്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യും. ഇൻകം എല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ പോർട്ട് ചാർജസ്, ഫ്യൂവൽ ആൻഡ് ഓയിൽ, ക്രൂ വേജസ്, ഇൻഷുറൻസ്, പ്രൊവിഷൻസ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്രീസിയേഷൻ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇനി ക്രെഡിറ്റ് ചെയ്യുന്നത് ഫ്രൈറ്റ് ഏൺഡ്, പ്രൈമേജ്, പാസേജ് മണി. ഓക്കെ. സോ ഇനി നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ നമുക്ക് 2 പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മിസ് ഓഷ്യാനിക് ഷിപ്പ് കമ്പനി ഓൺ എ ഷിപ്പ് നെയ്മഡ് MV Seaway. The ship undertook voyage number 101 from Mumbai to Dubai during July 2025. Following are the details of income and expenses related to voyage. അതായത് ഓഷ്യാനിക് ഷിപ്പ് കമ്പനിയിൽ ഇവിടുത്തെ ഷിപ്പിന്റെ നെയിം എന്ന് പറയുന്നത് MV Seaway ആണ്. സോ ഇവിടെ ഷിപ്പ് അണ്ടർടേക്കുന്നത് വോയേജ് നമ്പർ 101 ഫ്രം മുംബൈയിൽ നിന്ന് ദുബായിക്കിലാണ് പോയിരിക്കുന്നത്. താഴെ പറയുന്ന ഡീറ്റെയിൽസ് ഉണ്ട് ഇൻകം എക്സ്പെൻസസും. സോ എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോർട്ട് ചാർജസ്, കോൾ ആൻഡ് ഫ്യൂവൽ, വേജസ് ആൻഡ് സാലറി, ഇൻഷുറൻസ്, റിപ്പയർ, പ്രൊവിഷൻസ് ആൻഡ് സ്റ്റോർസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷിപ്പ്. അതേപോലെ ഇൻകം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രൈറ്റ് റിസീവ്ഡ്, പ്രൈമേജ്, പാസേജ് മണി. ഇപ്പോൾ വോയേജ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ആ ഷിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പേര് എഴുതി വയ്ക്കുക. വോയേജ് അക്കൗണ്ട് ഓഫ് MV Seaway വോയേജ് നമ്പർ 101 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2025 എന്ന് കൊടുക്കുക. ഓക്കെ. സോ ശ്രദ്ധിക്കണം. സോ നമ്മൾ ആദ്യം കൊടുക്കുക പർട്ടിക്കുലർസ് എമൗണ്ട് നമുക്കറിയാം എന്തൊക്കെയാണ് എക്സ്പെൻസസ്. പോർട്ട് ചാർജ്, കോൾ ആൻഡ് ഫ്യൂവൽ, വേജ് ആൻഡ് സാലറി, ഇൻഷുറൻസ്, റിപ്പയർ, പ്രൊവിഷൻ, സ്റ്റോർസ്, ഡിപ്രീസിയേഷൻ ഓഫ് ഷിപ്പ്. സോ പോർട്ട്, കോൾ, വേജ്, ഇൻഷുറൻസ്, റിപ്പയർ, പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ. ഓക്കെ. അടുത്തത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇൻകം? ഫ്രൈറ്റ്, പ്രൈമേജ്, പാസേജ് മണി. ഓക്കെ. സോ അത് ഫുള്ളായി എഴുതുക. സോ 3 lakh പ്ലസ് 15 എത്രയാണ്? 3,15,000 പ്ലസ് 40 3,55,000 ടോട്ടൽ എഴുതി. അതിനുശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ഓക്കെ. സോ ടോട്ടൽ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക ടോട്ടൽ ചെയ്ത് നോക്കാൻ. സോ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരിക എന്ന് വെച്ചാൽ 25,000 പ്ലസ് 80,000, അതേപോലെ തന്നെ നെക്സ്റ്റ് 1,20,000, നെക്സ്റ്റ് 15,000, ഓക്കെ, നെക്സ്റ്റ് 10,000, 12,000, ഓക്കെ, നെക്സ്റ്റ് 30,000,
2,65,000 ആണ് നമുക്ക് വരിക. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കണം, ഇതുവരെയും നമുക്കിവിടെ ആഡ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 2,65,000 ആണ്. സോ 3,55,000 നിന്നും 2,65,000 നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, അതപ്പോൾ നമുക്ക് എത്രയാണ് വരിക എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ആദ്യം ശ്രദ്ധിക്കണം, 25,000 പ്ലസ് 80,000 പ്ലസ് 1,20,000. നെക്സ്റ്റ് 15,000 10,000 എത്രയാണ്? 25,000. നെക്സ്റ്റ് 12,000. നെക്സ്റ്റ് ആണ് എത്ര പറഞ്ഞിരിക്കുന്നത്? 30,000. ഓക്കെ, 30,000. സോ 2,92,000 ആണ് നമുക്ക് വരുന്നത് കേട്ടോ. 2,65,000 അല്ലേ. 2,92,000 നിന്നും നമ്മൾ എത്ര ലെസ് ചെയ്യുക? 3,55,000 ലെസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 63,000 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, നമുക്കിവിടെ ടോട്ടൽ ആയി കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 2,92,000 ആണ് കേട്ടോ. 25,000 80,000 1,20,000 15,000 10,000 12,000 30,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,92,000 ആണ്. സോ 3,55,000 2,92,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 63,000 കിട്ടും. സോ അതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ത്? ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ 4 കോളംസ് ഉണ്ട്. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. സോ ഫ്രൈറ്റ് റിസീവ് ചെയ്ത് പാസേജ് മണി, അതേപോലെ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകം ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം വർക്കിംഗ് നോട്ടിൽ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ടോട്ടൽ ഇൻകം ഏതൊക്കെയാണ് നോക്കുക. ശ്രദ്ധിക്കണേ, ടോട്ടൽ ഇൻകം നമുക്കറിയാം ഫ്രൈറ്റ് റിസീവ്ഡ്, പ്രൈമേജ്, പാസേജ് മണി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു 3,55,000. ടോട്ടൽ എക്സ്പെൻസ് ഏതൊക്കെയാണ് നോക്കുക. അതായത് 25,000 ഇവിടെ ഫുൾ ആഡ് ചെയ്യുക. 25, 80, 1,20, 15, 10, 12, 30. അപ്പോൾ നമുക്ക് 2,92,000 വന്നു. 3,55,000 2,92,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 63,000. ഇതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇൻകം എത്രയാണ്, ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, പ്രോഫിറ്റ് ഓൺ വോയേജ് എത്രയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, മിസ് മറൈൻ ട്രേഡേഴ്സ് ഓൺ ഒരു കാർഗോ ഷിപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. സോ അതിൽ ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത വോയേജ് നമ്പർ 5 ആണ്, ചെന്നൈ ടു സിംഗപ്പൂർ, ബാക്ക് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജൂൺ 2009. താഴെ പറയുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിനായിട്ട് ബങ്കർ ഫ്യൂൽ 1 lakh, പോർട്ട് ചാർജ് 20, വേസ് ആൻഡ് സാലറീസ് 1,50,000, ഇൻഷുറൻസ് 25, പ്രൊവിഷൻസ് 30, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 35, ഡിപ്രീസിയേഷൻ 40,000. നെക്സ്റ്റ് ആണ് ഫ്ലൈറ്റ് കളക്റ്റഡ് 4,50,000, പ്രൈമേജ് 25, പാസഞ്ചർ ഫെയർ 50,000. പ്രിപ്പയർ വോയേജ് അക്കൗണ്ട് ആൻഡ് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രം വോയേജ് ആണ്. സോ വോയേജ് അക്കൗണ്ട് നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുക. അതേപോലെ തന്നെ ഫോർ ദ മന്ത് ഓഫ് എൻഡ് ജൂൺ 30, 2025 എന്ന് കൊടുക്കുക. അപ്പോൾ ബങ്കർ, പോർട്ട് ചാർജ്, വേജ്, സാലറി, ഇൻഷുറൻസ്, പ്രൊവിഷൻ, റിപ്പയർ, ഡിപ്രീസിയേഷൻ നമ്മൾ എക്സ്പെൻസ് സൈഡ് എഴുതുക, ഡെബിറ്റ് സൈഡ് എഴുതുക. ഈ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് ഫ്ലൈറ്റ് കളക്റ്റഡ്, പ്രൈമേജ്, പാസഞ്ചർ ഫെയർ എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 4,50,000 പ്ലസ് 25 പ്ലസ് 50 നമ്മൾ എന്ത് ചെയ്താൽ, അതായത് ടോട്ടൽ ഇൻകം 4,50,000 25 പ്ലസ് 50, 4,50,000 പ്ലസ് 50 എത്രയാണ്? 5,25,000. നെക്സ്റ്റ് ഫുള്ളായി ടോട്ടൽ ചെയ്യുക. 1 lakh പ്ലസ് 20 1,20,000, 1,20,000 പ്ലസ് 1,50,000 2,70,000, 2,85,000, 2,70,000 പ്ലസ് 25,000 2,95,000. ഓക്കെ, സോ അതിനെ അതേ പ്ലസ് എത്ര വരും? അതായത് 2,95,000 പ്ലസ് 30,000 പ്ലസ് 35,000 പ്ലസ് 40,000 എത്ര വരിക? 4 lakh. സോ 5,25,000 4 lakh ലെസ് ചെയ്താൽ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 5,25,000 4 lakh ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,25,000. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ബങ്കർ, പോർട്ട് ചാർജ്, വേജ്, ഇൻഷുറൻസ്, പ്രൊവിഷൻ, റിപ്പയർ, ഡിപ്രീസിയേഷൻ. സോ അതന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബങ്കർ, പോർട്ട്, വേജസ്, ഇൻഷുറൻസ്, പ്രൊവിഷൻ, റിപ്പയർ, ഡിപ്രീസിയേഷൻ ആണ്. സോ അത് നമ്മൾ എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഇൻകം എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇത് മെയിനായി ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് നമ്മളത് ഡെബിറ്റ് സൈഡാണ് വരിക. ഓക്കെ, ഇത് എമൗണ്ട് ആണ് കേട്ടോ വരിക. ഇവിടെ പെർട്ടിക്കുലേഴ്സ്, അതേപോലെ എമൗണ്ട്, അതേപോലെ പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, എമൗണ്ട് ക്രെഡിറ്റ് സൈഡും, ഇത് ക്രെഡിറ്റ് സൈഡും, ഇത് ഡെബിറ്റ് സൈഡും. സോ ഡെബിറ്റ് ഫുള്ളും എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഇൻകം ഫുള്ളും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ടോട്ടൽ ഇൻകം
മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ ഇതാണ് എന്ത് വോയേജ് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ വോയേജ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഏതൊക്കെയാണ്. സോ ഒരു വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടു സൈഡിലൊക്കെ പോർട്ട് ചാർജ്, ഫ്യൂവൽ, ക്രൂ വേജസ്, ഇൻഷുറൻസ്, പ്രൊവിഷൻ, റിപ്പയർ, ഡിപ്രീസിയേഷൻ ഇത് എക്സ്പെൻസ് ആയി കൊടുക്കണം. ഇൻകോ ആയിട്ട് ഫ്രൈറ്റ് ആൻഡ് പ്രൈമേജ് പാസേജ് മണി ആയി കൊടുക്കണം. ഓക്കെ, സോ നമ്മളുടെ ഇപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വോയേജ് അക്കൗണ്ടിൽ 2 പ്രോബ്ലം, അതിൻ്റെ റിലേറ്റഡ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ക്ലിയർ ആയോ? എബിൻ മനോജ് ക്ലിയർ ആയോ? ബിക്കോസ് ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പാർട്ട് 12 വരെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. സോ പാർട്ട് 12 വരെ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ ബുക്ക് കീപ്പിംഗ്, അതേപോലെ ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ട്സിങ്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, അതേപോലെ നെക്സ്റ്റ് റിസർവ് ഫണ്ട്, ജനറൽ റിസർവ്, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റ് പ്രോബ്ലം, അത് മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് വേജസ്, അതേപോലെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, പ്രോസ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പിന്നെ അതേപോലെ നമ്മൾ ഇന്ന് എടുത്ത വോയേജ് അക്കൗണ്ട്, പിന്നെ പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്. ഓക്കെ, അത് സിംഗിൾ അക്കൗണ്ട് ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. സോ മെയിൻലി ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. സോ ഇതൊക്കെയാണ് നമുക്ക് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയോ എബിൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൃത്തിയായിട്ട് നല്ല രീതിയിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ബിക്കോസ് വളരെ ഫ്യൂ ഡേയ്സേ നമ്മുടെ മുന്നിലുള്ളൂ. സോ അത് നല്ല രീതിയിൽ പഠിക്കുക. നാളത്തെ ക്ലാസ്സിൽ കറക്റ്റ് 7:30 തന്നെ റീച്ച് ആകുക. ഡിവിഷണൽ അക്കൗണ്ടിൽ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച് നല്ലോണം ഇരുന്ന് പഠിക്കുക. ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാത്തത്, സോ കമ്മിങ് സെഷനിൽ നമ്മൾ കവർ ചെയ്യും. സോ ഓരോന്ന് എടുത്ത് നന്നായി പഠിക്കുക. ഓക്കെ, എബിൻ ക്ലിയർ ആയോ? അതേപോലെ പ്രസാദ് മേനോൻ, കിരൺ ബാലു, അഭിനന്ദ് എല്ലാവരോടും ഇൻഫോം ചെയ്യുക കറക്റ്റായിട്ട് റെക്കോർഡ് സെഷനും ലൈവ് സെഷനിലോട്ടൊക്കെ വരാനും റെക്കോർഡ് സെഷൻ കേൾക്കാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വന്ന് ചോദിക്കുക. ഓക്കെ, സോ എബിൻ ക്ലിയർ ആയോ? Okay, Ebin. Okay, Ebin, thank you. So study well. Okay, keep hard working. Okay, so thank you. Okay, clear ആയല്ലോ അല്ലേ? Okay, Ebin, thank you. Okay, Ebin, okay. ഓ സ്റ്റാൻലി ജോസഫ്, താങ്ക് യു. ഇതുവരെ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. സോ എന്തായാലും പാർട്ട് 12 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ടോപ്പിക്സുകളൊക്കെയാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നല്ല രീതിയിൽ എല്ലാ ക്ലാസ്സസും റെക്കോർഡ് സെഷൻ എല്ലാം കേൾക്കുക. ക്ലാസ്സസ് എല്ലാം കാണാറുണ്ടോ? എല്ലാം ക്ലിയർഡ് ആണോ? സ്റ്റാൻലി ജോസഫ്. ഓക്കെ, സോ നാളത്തെ ക്ലാസ്സിൽ വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു. സോ നന്നായി പഠിക്കുക, എല്ലാ ക്ലാസ്സസും കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ.
ഓക്കെ. താങ്ക് യു. ഓക്കെ. എബിൻ സ്റ്റൈൻലി.